ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണിത്. ഈ ഒരു ഡ്രിങ്ക് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ മതി നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ മാറാൻ. അപ്പോൾ നമ്മൾ എപ്പോഴും പഴുത്ത മാങ്ങയൊക്കെ കിട്ടുമ്പോൾ മാങ്ങ ജ്യൂസൊക്കെ അടിക്കുന്നതിന് പകരമായിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള ഡ്രിങ്കുകളൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിന് ഞാനിവിടെ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1-1.5 കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലൊരു 1/4 കപ്പ് സാബൂനരി ഇട്ട് കൊടുക്കാം. സാബൂനരി ചവ്വരി എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കാണിക്കുന്ന അളവ് നമ്മുടെ സാധാരണ ജ്യൂസിങ് ഗ്ലാസ്സിന് ഒരു 2 ഗ്ലാസ് അളവിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സാബൂനരിയും അതുപോലെ കൂടുതൽ പാലൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. തണുപ്പിച്ചെടുത്തപ്പോൾ ഇതാ കുറച്ച് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വാനില എസൻസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ആ മാങ്ങയുടെ ഫ്ലേവറിൽ തന്നെ കഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും ഈ ഒരു ഡ്രിങ്കിന് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അല്ല നിങ്ങൾക്ക് ലൂസായിട്ടാണ് കുടിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ ചെറിയ പീസാക്കിയതും കൂടെ ഇട്ട് കൊടുക്കാം, ഇടയിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട്. ഇതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഒരുപാട് കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ സബ്ജ സീഡ്സ് കുതിർത്ത് വെച്ചതും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മധുരം നോക്കിയിട്ട് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ല തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ മാംഗോ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്